അല്ലെങ്കിൽ അടുത്തവരെ മുരടുന്ന ഒരു ചെറിയൊരു എന്താ മൊരടെന്ന് ഉദ്ദേശിച്ച് കളിയും ചിരിയൊക്കെ ഉണ്ട്. കീരിക്കാടൻ ജോസ് ദേഷ്യം പെങ്ങന്മാര് കോഴികളായ എന്താ കാട്ടെ കോഴികളായി മാറിയത്. അപ്പൊ നമ്മൾ കുറച്ച് ഒരു അഫയർ ഉള്ളത് അത് മുളയിലെ തുള്ളിപ്പോ കല്ലിട്ടുണ്ട്. അല്ല ഫാമിലി നമുക്കൊന്നും അറിയാൻ പാടില്ലായേ. സപ്പോർട്ടീവ് അല്ലാത്ത ടീച്ചേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിനോട് വരെ എതിർക്കുന്ന ആളുകളുണ്ട്. അവ പഴയ ഫേസ്ബുക്ക് മാത്രം നോക്കുക. ഇൻസ്റ്റാഗ്രാം പറഞ്ഞ എന്തോ ഒരു ഇതാണ്, അങ്ങനെ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് മാത്രം ടീച്ചേഴ്സിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. അത് അപ്ഡേറ്റ് അല്ലാത്ത ആളുകൾ പറയും. കുട്ടികള് ഒരു ഗ്യാങ് ഒരു റീൽ ഉണ്ടാക്കും. +1 ചെറിയ കുട്ടികൾ, അവരും ചെറിയ കുട്ടികൾ അതിന് കമന്റ് ഇടും. ആ കമന്റ് ഇട്ടതിന്റെ പേരിൽ പിറ്റേ ദിവസം അടി. അതൊന്നായിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളെ തലയിൽ കൊണ്ടുവന്ന് തട്ടും. ഇൻസ്റ്റാഗ്രാമാണ് ഇത്രയും ആക്കിയത്, പ്രണയിക്കുന്നത് ഇൻസ്റ്റാഗ്രാം കാരണമാണ്. വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് പ്രണയിച്ചു ഒളിച്ചോടാ. ഈ പണ്ട് കാലത്തൊന്നും പ്രണയിക്കുന്നത് നീ പറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യും? ഞങ്ങൾ കണ്ടന്റ് ഒക്കെ വിചാരിച്ചു. ഈ പറഞ്ഞ ആളുകൾക്ക് ഫേസ്ബുക്കിലെ ആളുകൾക്ക് ആയി ചോറുന്നോ, ഏത് ഫുഡിയോ ഇതൊക്കെ അവർക്ക് ചോദിക്കില്ല. ഫേസ്ബുക്കിലെ ഹലാലും ഇൻസ്റ്റാഗ്രാമിലെ ഹറാമും. ഇവളോട് ഞാൻ ഇപ്പം കൊണ്ടുവരുന്നത് ശിവൾ പെട്ടലൊക്കെ അറിയാം. ഹലോ എന്നെ കൊണ്ടുവരാൻ വരുമോ? പിന്നെ ആലോചിക്കല്. പിന്നെ അത് വോയിസ് വിട്ടിട്ടുണ്ടാവട്ടാ, ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ കാണാതെ കൊണ്ടുപോയത്. എന്നിട്ട് ഉച്ചക്ക് ഞാൻ എന്തൊരു സ്റ്റാറ്റസ് കണ്ട് കാക്കാന്റെ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയാണ്ട് ഇതൊന്ന് സെൻഡിക്കാണ് ആ നേരത്തെ അയച്ചു മെസ്സേജ്. പിന്നെ ഫോൺ കൊണ്ടുപോയിക്കണം. അപ്പൊ കാക്ക അപ്പൊ ഡിലീറ്റ് ആക്കി. പെണ്ണുങ്ങ സ്വഭാവം അറിയാലോ. എങ്ങനെ ആയാലും അവരെ അവരെ വാക്ക് സമ്മതിച്ചില്ല, ജയിക്കും. അവർ ഭയങ്കര ഉദാഹരണം ഈ വിഷയം ഞങ്ങള് ഷൂട്ട് ചെയ്ത അടിയിൽ വന്നാല് കച്ചറാവും. ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നെന്താ എന്താ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ സമ്മതിക്കടാ. ഓക്കെ മനസ്സിലായിട്ടുണ്ടോ? അടുത്ത ചോദ്യം ചോദിച്ചോളെ. അടുത്ത ഈ വൈകല്യമുള്ള കുട്ടികളുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് 3ാമത്തെ കോളാണ് ഇപ്പൊ മിനിഞ്ഞാന്ന് വന്നത്. എനിക്ക് പറഞ്ഞത് ഈ വൈകല്യമുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് മാത്രം ആരും നമുക്ക് തിരഞ്ഞ പണി എന്തൊക്കെ അറിയില്ല. 3 പ്രാവശ്യം വിളിച്ചത് നമുക്ക് ഈ വൈകല്യമില്ലാത്ത കുട്ടികൾ, വൈകല്യമുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് വളരെ മോശമായിട്ട് വത്തുവിനെ ഏറ്റവും മറ്റുള്ള വിഷയങ്ങൾക്ക് വളരെ മോശമായിട്ട് പറയാ അനാവശ്യ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. പക്ഷെ ഈ വൈകല്യമുള്ള കുട്ടികളായതുകൊണ്ട് നമുക്ക് കേസ് കൊടുത്തിട്ട് 2 കേസ് നമുക്ക് കൊടുത്ത് 2 കേസിനും പാള പൊക്കി കാണിച്ചിരുന്നു. പക്ഷേ ഈ മാനസിക വൈകല്യമുള്ള ആൾക്കാരായതുകൊണ്ട് 18-20 വയസ്സായ ആൾക്കാരാണ്, വലിയ ആൾക്കാർ. പക്ഷേ ഈ പ്രശ്നമുള്ള ആൾക്കാരെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കതിൽ നിന്ന് ശരിക്കും ഒരു നടപടിയെടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അഭിനയിക്കുന്നത്. അതെനിക്ക് പാത്തു ശുക്ർ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ബോളോകളം എന്ന് പറഞ്ഞ സിനിമ, ജുനൈസിക്ക സംവിധാനം ചെയ്യുന്ന ബോളോകളം സിനിമയിൽ ഞാൻ കമ്പങ്ങാട് പോയ അങ്ങനെ ഒരുപാട് ആൾക്കാർ ആർട്ടിസ്റ്റ് കൂടെ എനിക്ക് നല്ല റോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിനിമ സത്യം. ഇപ്പൊ ഈ വായ ഇറങ്ങിയപ്പോ ഒരുപാട് വിഷമം പറഞ്ഞോ, നമ്മൾ വന്നടാ അങ്ങനെ കേറടാ അവനോട് പറഞ്ഞു സമയമായിക്കോട്ടെ. ഭാഷ മലപ്പുറം സ്ലാങ് ആണല്ലോ. ഒരു സമയത്ത് ആൾക്കാർക്ക് ഇത് മനസ്സിലായി. ഇപ്പൊ നിങ്ങളുടെ സ്ഥിരം മലപ്പുറത്ത് വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ആവുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ എന്ത് കട്ടികൾ പറയാനും ഞങ്ങൾക്ക് മനസ്സിലാവും. സത്യത്തില് സൈനയോട് പറയാനുള്ള ഏറ്റവും എനിക്ക് സന്തോഷമാണ്. കാരണം ഫസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊരു ഇന്റർവ്യൂ ചെയ്ത് നമ്മളെ മനസ്സിലാക്കി കണ്ടത്. പക്ഷെ നമ്മളൊരു നിലയിലേക്ക് എത്തിച്ചത് ശരിക്കും നിങ്ങളെന്നാണ് പറയാം. അങ്ങനെ സന്തോഷം നമ്മൾ അറിയിക്കണം. പിന്നെ അതിന്റെ കമന്റിന് പറയേണ്ടിയിരുന്നു ഇത് ആരാന്നൊക്കെ. പക്ഷെ അതിന് ശേഷം വന്ന് ഇതിലൊക്കെ പിന്നെ എല്ലാവർക്കും നമ്മൾ ആരാന്ന് ഫസ്റ്റ് എത്തിച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ ആൾക്കാരാണ്, പാത്തു ശുക്ർ ടീമാണ്. അതിന്റെ ശേഷം ഇവര് നല്ല വൈറലായി. അയ്യോ നമ്മൾ എടുത്തോണ്ടല്ല, അതല്ല നമ്മൾ എടുക്കണ സമയത്ത് ഇത്ര അങ്ങോട്ട് ഹൈപ്പായിട്ടില്ല. ഇല്ലടാ. പിന്നെ അതിന്റെ ശേഷം കുറെ ഭയങ്കര നല്ല നല്ല ഇന്റർവ്യൂസ് എടുത്തു, ഒന്നുകൂടെ വൈറലായി. സത്യം വന്നപ്പോ ടോപ്പാക്കല്ലാതെ
ആള് പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിന്റെ ഇടയിലൊന്നാണെങ്കിൽ ഇനി ഒന്നുകൂടെ അതൊക്കെ സംഭവം. പക്ഷെ അതൊരു നിങ്ങളുടെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. ഇപ്പം രണ്ടുപേരും എനിക്ക് സിൽവർ ബട്ടൺ കിട്ടി, അതിന്റെ ഒരു സന്തോഷം ഒരേ 2 ചാനൽസിൽ കിട്ടുന്നു. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു സക്സസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നു, സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു. എനിക്കൊന്നും കഴിഞ്ഞ തവണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സിനിമയാണ് ടോപ്പിക്, അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി ഇത്രയും പാഷനേറ്റ് ആയിട്ട് നടന്ന ഒരാൾ. ഇപ്പൊ ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ വിട്ടിട്ട് അല്ലെങ്കിൽ അവരോട് ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പൊ കുറെയൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടല്ലോ ഈ വീഡിയോ കോണ്ടന്റിന് വേണ്ടി തന്നെ. അപ്പൊ ഈ അഭിനയം എവിടം വരെ എത്തി, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് എവിടം വരെ എത്തിയിട്ടുണ്ട്? ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് അഭിനയിക്കുന്നത്. അതെനിക്ക് പാത്തു ശുക്ർ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ബോളോഗളം എന്ന് പറഞ്ഞ സിനിമ, ജുനൈസിക്ക സംവിധാനം ചെയ്യുന്ന ബോളോഗളം ആ സിനിമയിൽ ഞാൻ പമ്പങ്കാട് പോയ അങ്ങനെ ഒരുപാട് ആൾക്കാർ വെച്ച് ആർട്ടിസ്റ്റുകൾ കൂടെ എനിക്ക് നല്ല റോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം വന്ന 2-3 ചാൻസ് വന്നിട്ടുണ്ട്. അത് പാത്തുമായിട്ട് തട്ടി കളഞ്ഞിട്ടുണ്ട്. അതിന് പാത്തൊരു സിനിമയിലേക്ക് അവരൊക്കെ താല്പര്യം, കാരണം അതിൽ പറയുന്നൊക്കെ പാത്തു ശുക്ർ 2 ഒരുമിച്ചുള്ള കാണുന്നതാണ്. ഈ പടത്തിലും അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ജുനൈസിക്ക അത്രയും സപ്പോർട്ട് എനിക്ക് ആയതുകൊണ്ട്, നല്ലൊരു സുഹൃത്തും ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ക്യാരക്ടർ മാത്രം എനിക്ക് തന്നെ ഒരുമിച്ചുള്ള അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഒറ്റയ്ക്കുള്ള സിംഗിളായിട്ടുള്ള ഒക്കെയാണ് ചെയ്തത്. അന്നതൊക്കെ വേണ്ടാന്ന് വെച്ചപ്പോ അന്ന് ഉറങ്ങിയായിരുന്നോ രാത്രി? സത്യം പറഞ്ഞാല് ആ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. ഇപ്പൊ നല്ല പടങ്ങളാണ്, ഇപ്പൊ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ നല്ല ചാൻസ് വരുന്ന സമയത്ത് അത് ശരിക്കും പാത്തു തട്ടി കളയുമ്പോൾ നമുക്ക് ശരിക്കും ടെൻഷനാണ്. അയാൾക്കതിനെ കുറിച്ച് അത്ര വലിയ ഇവ ലക്ഷ്യം ഇന്ന സ്ഥാനത്തേക്ക് എത്തിക്കാന്നാണ്. പക്ഷെ അവളും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ നല്ല ലെവലിലേക്ക് എത്തുള്ളൂ. അത് അയാൾ ചിന്തിക്കണില്ല, അതുപോലെ എനിക്കറിയില്ല. പിന്നെ അതുപോലെ ഇഷ്ടമാണ് നമ്മൾ മുറിച്ച് പറയല്ലോ. വിഷമം പറയാണ്, കാരണം ഞങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്താണ്. ഞാനിവിടെ ഇത്ര പറഞ്ഞാണ് ഈ ചാൻസ് നമുക്ക് കിട്ടിയിട്ട്, ഇത്രയും വലിയ ചാൻസ് നമുക്ക് കുറച്ച് മുമ്പ് കൊണ്ട് വന്നിട്ട് നമ്മളത് ചെയ്യാതെ വെക്കുമ്പോൾ അവസരങ്ങൾ മുതലാക്കണ്ടേ, അത്രേ ഉള്ളൂ. പിന്നീട് തോന്നിയായിരുന്നു പാവം അത് തോന്നിയാൽ ഞാൻ ഓന്റെ ഒപ്പം പോകേണ്ടി വരും. ഇൻഷാല്ല കിട്ടിക്കോ, ചാൻസ് വരും. നമുക്കൊരു പടം കിട്ടിയില്ലേ, ഇപ്പൊ 1 വർഷത്തിലുള്ള നല്ലൊരു പടം നമുക്ക് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ഇതില് ചേട്ടനാവുമ്പോ സ്ട്രിക്റ്റ് കൂടുതൽ ചേട്ടനാണോ അത് അനിയത്തിയാണോ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ്? അല്ല പറഞ്ഞെടുത്താ അങ്ങനല്ല, സ്ട്രിക്റ്റ് ആയിട്ടൊരു ചേട്ടനാണോ ഒക്കെയാണോ? ഞാനേ ഈ പാത്തു ശുക്രും കുറച്ച് സ്ട്രോങ് ആയിരുന്നു. ഇത് കഴിഞ്ഞത് കൂടി ഇവർക്ക് തലയിൽ ചോട്ടില്ല. ഇപ്പൊ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പുറകിലൊക്കെ ആമ്പിള്ളേര് വരുന്ന സമയത്ത് അവരൊക്കെ ഓടിക്കാൻ വേണ്ടി ഹിറ്റ്ലർ മാധവൻകുട്ടി അങ്ങനെ സ്വഭാവേന് അടുത്തവരെ മൊരടൻ എന്നൊരു ചെറിയൊരു എന്താ മൊരടൻ ഉദ്ദേശിച്ച കളിയും ചിരിയൊക്കെ ഉണ്ട്. പെങ്ങന്മാര് കോഴികളായ എന്താ കാട്ടെ, കോഴികളായി മാറിയത്. ചേട്ടൻ പിന്നെ ഓന്റെ കണ്ടു ഞങ്ങൾ പഠിച്ചു. ഇന്നത് കണ്ടു പഠിക്കാൻ അകത്ത് പറ്റൂല. എനിക്കൊരു അഫയർ ഉള്ളത്, അത് മുളയിലൊന്നും ഉള്ളിപ്പോ കല്ലിട്ടുണ്ട്. അല്ല ഫാമിലി അറിയാൻ പാടില്ലായേ. ഇവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പൊ തന്നെ വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനത്തെ വിഷയമൊന്നും ഇല്ല കേട്ടോ. എല്ലാത്തിനും പക്ഷെ ചില സമയത്ത് നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു പേടി ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചാൽ ചീത്ത അറിയോ, അയക്കൂലേ, അങ്ങനത്തെ ഒരു ഇതല്ലേ. ഇപ്പൊ പനോടായാലും മാടായാലും ചോദിക്കുമ്പോ ഒരു ഇത് ആ ഒരു ഇത് ഇത്രയും നന്നാക്കി കൊറേ മോശമായിട്ട് പറഞ്ഞു, കുറച്ചു പൊക്കി പറഞ്ഞിരിക്കണം. പേടിക്കേണ്ടോട് പേടിക്കണ്ടേ. കഴിഞ്ഞ ആഴ്ച വരെ എന്നെ പിടിച്ച് ഇടിച്ചതാണ് ആള്. സത്യത്തില് എനിക്ക് എന്തിട്ടാലും പറ്റൂല. ഈ കളറ് പോരാ, ഇതെനിക്ക് മാച്ച് ആവണില്ല, 10,000 വട്ടം പോയി മാറ്റിച്ചേ. അങ്ങനല്ല, വൈഫിന്റെ ഡ്രസ്സ് സെലക്ഷൻ ചെയ്യുന്നത് എപ്പോഴും ഞാനാണ്. അയാളെ ഡ്രസ്സ് എപ്പോഴും നോക്കുന്നത് ആദ്യം അവളെ ഉമ്മയെ നോക്കിയെടുത്തു, പിന്നെ ഞാനാ നോക്കല്. എനിക്ക് അയാളെ സ്റ്റൈൽ നമുക്ക് അയാൾക്ക് ലുക്ക് പറ്റിയത് എനിക്കറിയാം. പക്ഷെ അന്ന് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ അയാൾക്ക് എന്തുകൊണ്ട് ഇഷ്ടമായില്ല, നമ്മള് വീണ്ടും പറഞ്ഞു മോശമാണ്. 2 വർഷത്തെ മാറ്റി കൊടുങ്ങല്ലേ. മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ അത് ഇട്ടെന്ന് അടിപൊളിയാണ്, ലുക്ക് ഉണ്ട്. പക്ഷെ ഓനത് പറഞ്ഞില്ല, ഓൻ പറഞ്ഞത് ഇഷ്ടായിട്ടില്ല. അത് ഞാൻ വേറെ ഏതോ വൈബിലായപ്പോ സമയത്ത് എന്റെ മുമ്പ് വന്നപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് അത്ര ഇഷ്ടമായില്ലായിരുന്നു. പക്ഷെ 2ാമത് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് റമദാനും കൂടിയാണ്. അതിൽ എന്നെ പിടിച്ചിട്ടുണ്ട്. 1ാമത് റമദാന് ക്ഷീണം അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ അങ്ങോട്ട് പോവാ വരിക തന്നെ ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ട് ഇഷ്ടമല്ല. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഒരു ഇക്ക എന്ന് ഓർക്കുമ്പോ
ഒരു സന്തോഷം തോന്നി അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടോ പറയാൻ? മൊമെന്റ് എല്ലാരും എതിർത്തിട്ടും പല ഉണ്ട്. അങ്ങനത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഡ്രസ്സിങ്ങിന് ഉണ്ടായിരുന്നേ അങ്ങനെ ടോട്ടലായിട്ട് സ്വാതന്ത്ര്യം എല്ലാത്തിനും അങ്ങനെ ഞാൻ പിടിച്ചു വെക്കാൻ പോകില്ല കാര്യങ്ങൾ. അത് നല്ലതാണ്. അതന്നെ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് വാങ്ങൊന്നും പറഞ്ഞില്ല. ഇല്ല, എല്ലാത്തിനും നല്ലത്. പക്ഷെ പോവണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കില് മനസ്സേ നീ ഉണ്ടാവും അങ്ങോട്ട് പോയാൽ ഇങ്ങനെ ഞാൻ ആദ്യം എതിർത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്താ പിന്നീട് അപ്പൊ അതിന്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്നുള്ളതും അതെന്താണ് സംഭവിച്ചുള്ളതൊക്കെ. ആദ്യത്തെ പറഞ്ഞ മരുടെ സ്വഭാവം, ആ സ്വഭാവത്തിന് കാരണം നമുക്ക് ആണെങ്കിൽ അറിയുന്ന പോലെ പെണ്ണുങ്ങൾക്ക് അറിയില്ല പല വിഷയങ്ങളും. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സുഹൃത്തുക്കളായിരിക്കും ആണുങ്ങളെ, ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും നിങ്ങൾക്ക്, പക്ഷെ ആളെ കുറിച്ച് ആണിനെ അറിയുള്ളൂ. ശരിയാ. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാ കാര്യത്തിനും ഇതേപോലെ തന്നെ ഒരു വൈബ് കറക്റ്റ് ആണ്. ആളുള്ള ഒരു ഡയറക്ടർ ഉണ്ടോ? ഇപ്പം സ്ക്രിപ്റ്റ് ചെയ്യണു, എഡിറ്റിംഗ്, ഡയറക്ഷൻ ഇതൊക്കെ ചെയ്യുമ്പോഴേ ഇപ്പൊ എല്ലാരും ചെയ്യുന്ന, പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത്, നമ്മളെപ്പോഴും സിനിമ ഫോക്കസ് ചെയ്യും. നിങ്ങൾക്ക് സിനിമയിൽ കയറണം എന്നതാണല്ലോ ഇതിന്റെ ഒരു പ്രധാന കാരണം. നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം നല്ലൊരു പ്ലാറ്റ്ഫോം വേണമെന്നാ. അപ്പം സിനിമയൊക്കെ കിട്ടാതെ കുറച്ച് കുറയുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു സിനിമ ചെയ്യാം. ഇപ്പൊ കുറെ പേര് അങ്ങനെ മാറ്റി ചിന്തിച്ചു തുടങ്ങി, സ്വന്തമായി സിനിമകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ മനസ്സിൽ ശരിക്കും? ഈ മലബാർ കോട്ടയിൽ നിന്ന് നമുക്കൊരു സിനിമ സിനിമ അപ്പോൾ ഞാനിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായി വായൊക്കെ ഇറങ്ങിയപ്പോ ശരിക്കും നല്ല എഫക്ട് പറയണം. അപ്പൊ അതൊക്കെ ശരിക്കും നമുക്ക് ഞാൻ എഴുത്തുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഓരോ ക്യാരക്ടറിൽ ഇപ്പം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ആരായാലും നമുക്ക് എന്നാലും ചില ആൾക്കാരെ നമുക്ക് ഉദ്ദേശിച്ച ലെവലിൽ കിട്ടിയില്ലെങ്കിലും പരമാവധി ഉപയോഗപ്പെടുത്താൻ നോക്കുന്നില്ലേ കാര്യങ്ങൾ എഴുതുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഓരോ ആൾക്കാരെ വെച്ച് പാത്തുവിനെ വെച്ചായാലും വിൻ്റെതായാലും സെലീനാൻ്റെ ആയാലും ഇപ്പോൾ വല്ലിപ്പാൻ്റെ ആയാലും ഇപ്പോൾ ഏത് ആൾക്കാരായാലും എഴുതുന്ന സമയത്ത് ആ ആളൊരു ഫേസും അയാളെ കാട്ടിക്കൂട്ടിൽ നമ്മൾ ചെയ്യുന്ന രീതി നമുക്ക് മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ ആൾക്കാർ നമുക്ക് എങ്ങനെയാലും ഉറപ്പാണ് പൂർണ്ണമായിട്ട് കിട്ടുമെന്ന് പറയാം. ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞില്ല ചില ആൾക്കാർ നമുക്ക് കിട്ടുന്നുണ്ട്, ചിലത് കിട്ടൂല. പിന്നെ ഏറ്റവും ഇത് ഞങ്ങളിതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്, വിനി ടീച്ചർ. ഒരു അമ്മായിമായിട്ട് അഭിനയിക്കുന്ന തടിയില്ലാത്ത പെൺകുട്ടി, ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഉദ്ദേശത്തിനപ്പുറമാണ് ആള്. അതിപ്പോ ഇപ്പൊ ജിജോ എന്താ ടീച്ചർ ചേച്ചിന്റെ പേര് ചേച്ചി ചെറുള്ള ചേച്ചി, അതുപോലെ ശ്വേത, ഇവരൊക്കെ ആർട്ടിസ്റ്റ് നല്ല ജിജിയാണ്, ജിജി ചേച്ചിയാണ് എല്ലാരും. ശ്വേത ഈ പുറത്തുനിന്ന് ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പറയാറുണ്ടോ നമ്മളെയും കൂടി ഒന്ന് ആഡ് ചെയ്യണം അങ്ങനെ? ഇപ്പൊ പൊതുവെ നിങ്ങൾ ആൾക്കാരെ കൂട്ടി തുടങ്ങി അതുകൊണ്ടാണോ? അങ്ങനെ ഒന്നാമത് ചില ഏതറിയോ, എനിക്ക് ഒന്ന് അടുത്തുള്ള ആൾക്കാർ വേണം. പിന്നെ നമുക്ക് ഓരോ കണ്ടന്റ് ഇപ്പോൾ ചെയ്യുന്ന അനുസരിച്ച് എന്നും പാത്തു ശുക്ർ മാത്രം പോരാ. അതിൽ ഭംഗി കൂട്ടണമെങ്കിൽ പുറത്തുനിന്ന് ആർട്ടിസ്റ്റുകൾ വേണം. ഇപ്പോൾ സിനിമയിൽ നടനും അവൻ്റെ ഹീറോയെ മാത്രം പോരല്ലോ, ആൾക്കാരും കൂടുമ്പോൾ ആ സിനിമക്ക് ഭംഗി കൊണ്ട് പോലെ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതേപോലെ ഈ സംഭവത്തിലുള്ളത്. ഏതിനും ഭംഗി കിട്ടണമെങ്കിൽ ആൾക്കാർ കുറച്ചതിൽ വേണം, വ്യത്യസ്ത ക്യാരക്ടർ വേണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എഴുത്തുകൾ അങ്ങനെ ചെയ്യും. പിന്നെ എഴുതി വെച്ചതിന് ശേഷം പിന്നെ കൈകാര്യം മൊത്തം ചെയ്യൽ നാസ്ത്രാണ്. കാരണം അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ക്ഷമ കുറവാണ്. ഈ ഡയറക്ഷൻ എന്ന സംഭവത്തിന് ക്ഷമ വേണം, നല്ലതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ ചെയ്യൽ ഇവന്തിനാണ്. ചിലപ്പോൾ മൊത്തത്തിൽ ആ ഈ ഫ്രെയിം പറഞ്ഞാൽ മൊത്തം നാസ്ത്രാണ് ചെയ്യല്. എനിക്ക് മനസ്സിലായി വന്നവിടെ ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കത് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഒബ്സർവ് ചെയ്തായിരുന്നു. ഈ സ്കൂളിൽ ഇപ്പൊ പോകുന്ന സമയത്ത് കലോത്സവ പരിപാടി ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് പണ്ട് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അങ്ങനെ സ്റ്റേജ് കാര്യം കിട്ടിയില്ല. നിങ്ങളുടെ ചൈൽഡ്ഹുഡിലെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ബെഞ്ചസ് അല്ല ബാക്ക് ബെഞ്ചസിലെ കുട്ടികളെയും നിങ്ങൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ട്രൈ നടത്താറുണ്ടോ ഒരു മാഷ് എന്ന നിലയില്? ഉണ്ട്. എങ്ങനെ സ്കൂളിലൊക്കെ എങ്ങനെയാ ഈ കലാപരമായി? സ്കൂളില് മീഡിയാസ് ഒക്കെ ഞാൻ കൈകാര്യം ചെയ്യല്. ഇപ്പൊ റീലാണല്ലോ, ഒരു പരിപാടി അവിടെ കാര്യമായിട്ടൊന്നും നടന്നില്ലെങ്കിലും അത് ആ റീലെടുത്ത് പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് വലിയ പ്രോഗ്രാം ആവും. അതൊരു 2 മണിക്കൂറിന്റെ പ്രോഗ്രാം ഒരു 3 മിനിറ്റ് കൊണ്ടാക്കുക. അപ്പോൾ സ്കൂളിലെ കുഴപ്പമില്ല, ഈ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. പിന്നെ തന്നെ മെയിൻ ടീച്ചിങ് താല്പര്യമുണ്ട്. ആദ്യം മുതലേ സംസാരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ടീച്ചിങ്ങിൽ അങ്ങനെ ഉണ്ട് കൂടി ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും പണ്ട് സ്കൂളില് നമുക്കൊരു ഫോൺ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ പറ്റില്ല. ഇപ്പൊ കുട്ടികള് സാറുമാരൊക്കെ റീൽസ് കോണ്ടന്റ് ഒക്കെ ഇടുമ്പോ ഞാൻ ഒരു ഷോ ആ സമയത്തൊക്കെ ആയാൽ ടൂറൊക്കെ പോകുമ്പോഴേ കുട്ടികൾ പറയല സാറേ റീൽ എടുക്കല്ലേ, ഡാൻസ് കളിക്കല്ലേ. അതുകൊണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് കലാകാരന്മാർ മുമ്പ് കൂടെ ഒന്നില്ലേ ഇത് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾക്ക് കുറെ ആളുകളെ ഇപ്പൊ സപ്പോർട്ടീവ് അല്ലാത്ത ഇപ്പൊ ടീച്ചേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിനോട് വരെ എതിർക്കുന്ന ആളുകളുണ്ട്. അവ പഴയ ഫേസ്ബുക്ക് മാത്രം നോക്കുക, ഇൻസ്റ്റാഗ്രാം പറഞ്ഞ എന്തോ ഒരു ഇതാണ്, അങ്ങനെ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് മാത്രം ഇട്ട ആളുകൾ ടീച്ചേഴ്സിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. അത് അപ്ഡേറ്റ് അല്ലാത്ത ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെയുണ്ട്. റീൽസിനെ എതിർക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല്
ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അടി നടന്നാൽ റീലിന്റെ പേരിലാവും അടി. കുട്ടികളെ ഒരു ഗ്യാങ് ഒരു റീൽ ഉണ്ടാക്കും, +1 ചെറിയ കുട്ടികൾ, അവരും ചെറിയ കുട്ടികൾ എന്താ അതിന് കമന്റ് ഇടും, ആ കമന്റ് ഇട്ടതിന്റെ പേരിൽ പിറ്റേ ദിവസം അടി. അതൊന്നായിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളെ തലയിൽ കൊണ്ടുവന്ന് തട്ടും. ഇൻസ്റ്റാഗ്രാമാണ് ഇത്രയാക്കിയത്, പ്രണയിക്കുന്നത് ഇൻസ്റ്റാഗ്രാം കാരണമാണ്, വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് പ്രണയിച്ചു ഒളിച്ചോടാ. ഈ പണ്ട് കാലത്തൊന്നും പ്രണയിക്കുന്നത് നീ പറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യും, ഞങ്ങൾ കണ്ടന്റ് ആക്കി വിചാരിച്ചു. ഈ പറഞ്ഞ ആളുകൾക്ക് ഫേസ്ബുക്കിലെ ആളുകൾക്ക് ഹായ് ചോറുന്നോ, ഏത് ഫുഡിയോ, ഇതൊക്കെ അവർക്ക് ചോദിക്കില്ല. ഫേസ്ബുക്കിലെ ഹലാലും ഇൻസ്റ്റാഗ്രാമിലെ ഹറാമും, അതാണ് പ്രശ്നം. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം പറഞ്ഞാല് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് ഉൾക്കൊള്ളണം. അതിനിപ്പോ എന്താ പ്രശ്നം? ഈ ഫേസ്ബുക്കിന്റെ വേറെ വേർഷൻ മനസ്സിലാക്കുന്നില്ല. ഫേസ്ബുക്ക് ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് ഉള്ളതാണെന്നും ഇൻസ്റ്റാഗ്രാം പുതിയ ആളുകൾക്ക് ഉള്ളതാണെന്നും ഇൻസ്റ്റാഗ്രാം എന്തോ ഒരു ബോംബാണെന്ന് വിചാരിച്ചെടുക്കണം. ആ ഒരു ധാരണ മാറും, 10 കൊല്ലം കഴിയണം അവർക്ക്. പക്ഷെ അങ്ങനല്ല, ഫേസ്ബുക്കിൽ ഇപ്പൊ നമ്മൾ സയന്റെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ നമുക്ക് അധികം തെറിയാണ് കണ്ടിട്ടാണ് അറിയില്ല, ഫേസ്ബുക്കിലെ തെറിയോടെ തെറിയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ വീഡിയോസിനൊക്കെ അധികം നല്ല കമന്റ്, എങ്ങനെ ഫേസ്ബുക്ക് ആൾക്കാർ വരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിട്ടോ, നല്ല മാറ്റം വന്ന്. കാരണം ഒരു നമുക്ക് 6K ആയിരുന്നു അതിലുണ്ടായി, ഇപ്പൊ ഏകദേശം 100K അടുത്ത് ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് ഫോളോവേഴ്സ് കയറി. ഒക്കെ നല്ല മാറ്റം വന്നു. പണ്ട് സ്കൂളുകളിൽ ഇത് ഇപ്പത്തെ കാണുമ്പോ നമുക്ക് മിസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഈ പറയണ ഇൻസ്റ്റഗ്രാം ത്രൂല് കാണുന്ന സ്കൂൾ വിശേഷങ്ങളൊക്കെ. അപ്പൊ അത് വലിയൊരു മിസ്സിംഗ് ആണ്. ഞങ്ങൾക്ക് ആകെ ഓർമ്മയുള്ളത് സ്കൂളിൽ അറിയാതെ ഒരു ഫോൺ ഓണത്തിനോ കൊണ്ടുപോകണമെങ്കിൽ പിടിച്ച് HM എത്തിക്കുന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ. മൊബൈൽ ഫോൺ ഇപ്പോഴും +2 വരെ അലൗഡ് അല്ല. ഞാൻ +2ലാണ്. ഇപ്പൊ സ്കൂളുകളിൽ ഫോൺ കൊടുക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, പ്രോഗ്രാം ഉണ്ട് അവർ വീഡിയോ എടുത്തോട്ടെ, അതൊക്കെ അലൗഡ് ആണ്. പക്ഷെ കൊണ്ടുവരാൻ പാടില്ല. കോളേജിൽ പിന്നെ അലൗഡാണ്, ഹയർ സെക്കൻഡറിൽ ഫോൺ എവിടെ എടുത്തൊക്കെ ഉണ്ടാവും. ഞാൻ പറയണതാ, ഇവ പറഞ്ഞപ്പോ കേൾക്കുന്ന ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കൊടുക്കൂല. മാർച്ച് കഴിഞ്ഞ അല്ല അത് ഐഫോണുകളൊക്കെ ഉണ്ടാവേ, അത് കീപ്പ് ചെയ്യും, പ്രിൻസിപ്പൾ കീപ്പ് ചെയ്യും. ജൂൺ 1 കുടിച്ചോ, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കും. അതന്നെ. അപ്പൊ ഉപയോഗം എന്താ? ഉപയോഗിക്കണ്ട, പോകുമ്പോ ഫോൺ കിട്ടും, തിരിച്ചു പോകുമ്പോ അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ്. പക്ഷെ അതല്ല, അത് നല്ല കാര്യം തന്നെയാണ്. രക്ഷിതാക്കൾ വന്നാൽ കൊടുക്കൂല. ചില രക്ഷിതാക്കൾ പറഞ്ഞ സാറെ കൊടുക്കണ്ട അറിയില്ല, അങ്ങനെ പറഞ്ഞ ഇഷ്ടം. ഇവളോട് ഞാൻ ഇപ്പൊ പറഞ്ഞ കൊണ്ടുവരുന്നതാണ്, പക്ഷെ ഇവള് പറ്റില്ല അറിയാം, ഹലോ എന്നെ കൊണ്ടുവരാൻ വരുമോ, പിന്നെ ആലോചിക്കല്, പിന്നെ അത് വോയിസ് വിട്ടിട്ടുണ്ടാവൂട്ടാ, ഇത് ഓൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ കാണാതെ കൊണ്ടുപോയത്. അത് എന്നിട്ട് ഉച്ചക്ക് ഞാൻ എന്തൊരു സ്റ്റാറ്റസ് കണ്ട് കാക്കാന്റെ, അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയാണ്ട് ഇതൊന്ന് സെൻഡിക്കാണിന്ന് ആ നേരത്തെ അയച്ച മെസ്സേജ്, പിന്നെ ഫോൺ കൊണ്ടുപോയിക്കണം. അപ്പൊ കാക്ക അപ്പൊ ഡിലീറ്റ് ആക്കി. ഇനിയിപ്പോ എന്തായാലും അറിഞ്ഞ് നമ്മുടെ പിള്ളേര് വിചാരം സീനിയേഴ്സ് വരെ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇവരെ. ഫോണും കാര്യങ്ങളും ഇല്ലാത്ത സമയത്ത് കളിച്ച ആൾക്കാരാണ് നമ്മള്. +2 നമ്മളും ഉണ്ടായിക്കണേ. അല്ല, ഞങ്ങൾ പഠിക്കാറില്ല, ഫോൺ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിക്കാൻ പോണ്ട ആൾക്കാരല്ലേ? അല്ല, സത്യാണ്. ഇപ്പത്തെ ആൾക്കാരെ ഇപ്പൊ വീട്ടിലെ കാലം പഠിക്കണം. ഇപ്പൊ എന്റെ മോനും മോളൊക്കെ മകരിന്റെ സമയമായാലും ഇരുന്ന് മോള് പഠിപ്പിക്കും, ഖുർആൻ പഠിപ്പിക്കലും, അതിനുശേഷം സ്കൂളിലെത്തും, മദ്രസത്തിൽ 9 മണി വരെ ഇരുത്തി പഠിപ്പിക്കണം. പക്ഷെ പണ്ട് എന്താ പറയുക, സ്കൂളിൽ നേരിട്ട് വരിക, രേറ്റ് കയറി ഇടുക്കൽ മദ്രസ എടുക്കും. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ഇപ്പത്തെ മൊത്തത്തിൽ മാറ്റം ഒന്നുമില്ല. ഇപ്പൊ പഠിക്കാനായിട്ടാ പോകുന്നത് എല്ലാരും. പക്ഷെ ആ പഠിപ്പുണ്ടാന്ന് നമുക്ക് അറിയില്ലട്ടോ. പക്ഷെ എത്ര പഠിച്ചിട്ട് വലിയ കാര്യമില്ല. ഇപ്പൊ എന്റെ വൈഫിന് ഫുൾ A+ ആണ്. എന്നാലും എന്ത് കാര്യം ചോദിച്ചറിഞ്ഞാല് ഒരു തേങ്ങ അറിയില്ല. നമുക്ക് വലിക്കാട്ടി അറിയില്ല സത്യത്തില്. നമുക്ക് ഫുൾ A+, നമുക്ക് D+ ഒക്കെ അറിയാം. എന്തായാലും വലിക്കാട്ട് നമുക്ക് ഹിന്ദി ആയാലും മറ്റൊരു വിഷയങ്ങളൊക്കെ ആയാലും നമുക്ക് അറിയില്ലേ. അത് അന്ന് അങ്ങനെയൊന്നുമില്ല. ആണ് ഈ പെണ്ണുങ്ങൾ സ്വഭാവം അറിയാലോ. എങ്ങനെ ആയാലും അവരെ ഒരു അവരെ വാക്ക് സമ്മതിച്ചില്ല, ജയിക്കും. ഉദാഹരണം ഈ വിഷയം ഞങ്ങള് ഷൂട്ട് ഇടയിൽ വന്നാല് കച്ചറാവും. സ്പോട്ട് കിട്ടിയപ്പോ മറുപടി അതാണ് അവസ്ഥ. ഇവര് സമ്മതിക്കൂല. അവിടെ എത്ര ആളുകളുടെ ഉറപ്പിച്ചാ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ സമ്മതിക്കണ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റ് ഇങ്ങനെ കുറച്ച് അടിപൊളി പരിപാടി ആയതുകൊണ്ട് ഞാൻ ഷൂട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ, ആദ്യത്തെ ചോദ്യം,
ഷൂട്ട് കഴിഞ്ഞ് ഒരു സീൻ പെർഫെക്റ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ ടേക്കുകൾ എടുക്കുന്ന ആരാണ്? അത് അങ്ങനെ ആരും ഇല്ല. ഇല്ല ടേക്ക് എല്ലാരും ഓക്കെയാണ് ഇപ്പൊ. ആദ്യമൊക്കെ ആദ്യമൊക്കെയാണ് പ്രശ്നം. ഈ ടീം ഓക്കെയാണ് ഇപ്പൊ. ഓക്കെയാണ്, നിങ്ങൾക്ക് അറിയാം എന്താണ് വേണ്ടേ. പക്ഷെ ഇപ്പൊ അത് ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യല്ലാതെ പറയില്ല, ഇപ്പൊ ഒന്നുകൂടെ ചെയ്ത് നോക്ക്, ഒന്ന് ചെയ്ത് നോക്ക്. അങ്ങനെ ഒരു സേഫ് ഷോട്ട് ഇറങ്ങാണ്ട് അങ്ങനെ എടുത്ത് നോക്കും. അല്ലാതെ ഓക്കെ എല്ലാവരും ഇപ്പൊ ഓക്കെ. അല്ലെങ്കിൽ ഒരാളിപ്പോ ഞാൻ പെർഫോം ചെയ്തിട്ട് ചേട്ടാ ഒന്നുകൂടി എടുക്കണം, എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ അത് ഞങ്ങൾക്ക് പറയലുണ്ട്. പാത്തിന് പിന്നെ ഓക്കെയാണ്, ഞാനും പിന്നെ പറയുന്ന വിഷയം. എക്സ്പ്രഷൻ എന്നെ കുറിച്ചാണോ ഈ പറയണേ? ഇവിടെ ഈ സൗണ്ട് പൊസിഷൻ കുറച്ച് മിസ്, കാരണം നമുക്ക് പോകുന്ന സമയത്ത് സൗണ്ട് പോലെ ആ ഒരു വിഷയം കൊണ്ട് അപ്പൊ ഭയങ്കര ടെൻഷൻ ആവും. പിന്നെ അങ്ങനെ വിഷയം വരില്ല, അല്ലാത്ത വിഷയങ്ങളും വരില്ല. ശബ്ദമൊക്കെ ശ്രദ്ധിക്കണം, ഞങ്ങൾ ഫാൻസ് ഇഞ്ചി ഇട്ട് വെള്ളപ്പം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, കുടിക്കാറില്ല. നാളെ ഡോക്ടർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ മാസത്തെ വർഷം കൊണ്ട് ഈ മാസത്തെ നാളെ ഡോക്ടർ ഓടി കൊടുത്തു. ഞാൻ പറഞ്ഞില്ല സീരിയസ്ലി ആയിക്കോട്ടെ, രാവിലെ നല്ല കാര്യം. കുറെ മുമ്പ് പറഞ്ഞു തുടങ്ങിയതല്ലേ. ഒന്നാമത് പോവാൻ മടിയാണ്. ഡോക്ടർ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ സെലിബ്രേറ്റ് ഡോക്ടർ അവിടെ ഇരുന്നോറ്. ഓക്കെ, അടുത്തത് ഷൂട്ടിങ്ങിനിടയിൽ ഡയലോഗ് മറന്നു പോകാൻ കൂടുതൽ സാധ്യത ഉള്ളതാരാണ് ഈ കൂട്ടത്തില്? എനിക്ക് എടുക്കണ്ടായിട്ടുണ്ട്. എന്തേനു പറഞ്ഞത്? ഇക്കധികം ഉണ്ടാവില്ല. അതെ പറയണേ. എന്തേനു എന്തേനു ഞാൻ പോവാണെന്ന് പറഞ്ഞേക്കാരോ, എന്നാലും ചോദിച്ചു എന്തേനു ഇവര് പറഞ്ഞുതരും. പക്ഷെ ഞാൻ പറയില്ല, വേറെ എന്തെങ്കിലും അതിനെ കുറിച്ചിട്ട് തന്നെ ആണെങ്കിലും അത് വേറെ എന്തൊക്കെയാ പറയും ഇടക്ക്. ഈ ആദ്യമായിട്ട് ഈ ഷൂട്ടിൽ വന്ന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്തെ പേടി ഉണ്ടായിരുന്നോ? അതേ ഉള്ളേനു. ഇത്ര ഫാൻസ് ഒന്നും കരുതിയില്ലായിരുന്നു. വെറുതെ ഇട്ടൊരു ക്യാരക്ടറാണ്. പിന്നെ പക്ഷെ അത് ഭയങ്കര ഫാൻസ് ആക്കും. പുറത്തൊക്കെ നല്ല ആൾക്കാർ സപ്പോർട്ട് നോക്കും. ജാട കൊടുത്ത് കൊടുക്കണം. അതെന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇന്നാണ് ജാടുള്ളവർ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ലേട്ടാ. ശരിക്കും പാവുള്ള ആൾക്കാർ എപ്പോഴും ജാടാന്ന് പറയും. ഇങ്ങനെ സെൽഫ് എടുക്കുന്ന ആൾക്കാരാണ്, ഇങ്ങനെ മുഖം മറിച്ച്. അറിയില്ല. ഈ പുറത്തു പോകുമ്പോ എങ്ങനെയാ ഫാൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാ, വന്ന് സെൽഫി എടുക്ക? എനിക്ക് ഭയങ്കര കുറവുള്ള സമയമാണ്. എനിക്കിഷ്ടാണ്, പക്ഷെ എന്നാലും പ്രൈവസി നഷ്ടപ്പെടുന്നത് തോന്നും. അത്രത്തോളം ഫാൻസ് കാഴ്ചയില്ല. ഇഷ്ടമാണ് വരുന്നത് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് സത്യത്തില് നമുക്ക് ടെൻഷൻ. ഞാൻ 2-3 പ്രാവശ്യം എന്റെ മോനെ പ്രാവശ്യം അസുഖമായിട്ട് അളിയന്റെ കാര്യത്തിലൊക്കെ ഞങ്ങള് ലോക്കേറ്റില്ല. നമ്മ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. അപ്പൊ വന്ന് കുറേ മടി വെച്ചാണ്ട് കുട്ടിയുടെ ഫോട്ടോ എടുത്ത് പോകും, കുറേ സൈഡിൽ നിന്നാണ് ഫോട്ടോ എടുത്ത് പോകും. നമ്മൾ ആൾക്കാരുടെ പിന്നാന്ന് പറയുമ്പോൾ റോങ് ആയിട്ട് സംസാരം. എന്താ ഞങ്ങളല്ലേ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതാക്കിയത്, എൻ്റെ മൂഡ് ഇപ്പോൾ ശരിയില്ല, അങ്ങ് പൊക്കോളി പറഞ്ഞാൽ. പക്ഷെ ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ മുഖം വാടിയത് ആൾക്ക് കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ ചെയ്തിട്ട് പോക്കോറെ അങ്ങനെ പരമാവധി നിന്ന് കൊടുക്കണം. 2-3 സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ടെൻഷനായിട്ടുള്ള ഒരു അവസ്ഥ മോൻ്റെ അസുഖമായിട്ട് നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളിൽ പോയിക്കാണ് ചെറിയൊരു തലച്ചോറിന് അണുബാധ ഉണ്ടായി. മിംസിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്നിട്ടും റൂമുകൾക്ക് ആളുകൾ വരാൻ പാടില്ല. പക്ഷെ എന്നാലും ആൾക്കാർ വരും. നമ്മൾ പറഞ്ഞാലും ആൾക്കാർ കേൾക്കില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് വരികയാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇതിൻ്റെ സീരിയസ് കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ പക്ഷെ നമുക്ക് അങ്ങനത്തെ സാഹചര്യം നമുക്ക് ബുദ്ധിമുട്ടിന് ഏറ്റവും വരുന്നുണ്ടല്ലോ. ഹോസ്പിറ്റൽ കേസ് ചെയ്യുന്ന സമയത്ത് 2-3 സാഹചര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ടെൻഷൻ വെച്ചിട്ടുണ്ട്. മറ്റുള്ള സമയത്ത് ഏറ്റവും സന്തോഷവും ഈ സമയങ്ങളിൽ ഏറ്റവും ടെൻഷനുള്ള വിഷയമാണത്. സത്യം. ആ ഒരു സെലിബ്രിറ്റി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചത് കൂടിയാണല്ലോ ഇത് ആൾക്കാർ വരണം. പിന്നെ വൈഫിന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് അത് വേണം ആൾക്കാർ കുറെ എത്ര സപ്പോർട്ടല്ല ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ. പക്ഷെ അങ്ങനെ എതിർപ്പല്ല. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യം പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ സമയമായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പിടിച്ചു പോകണങ്ങൾ. അപ്പോൾ ഏറ്റവും ഇമോഷണൽ സമയത്ത് ഇങ്ങനത്തെ വരുന്ന സമയത്ത് എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആയില്ലേ അത് പറയും. അത് പറഞ്ഞിട്ടുണ്ട്. അത് പറയും ക്ഷമിക്ക് സാരല്ല അത് പറഞ്ഞു. ആൾക്കാർക്ക് അറിയില്ലല്ലോ, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നിങ്ങൾ ചിരിച്ചു കാണണം, തമാശ പറഞ്ഞു കാണണം, അങ്ങനെയൊക്കെ ശുക്രും പാത്തുമായിട്ട് നേരിട്ട് തന്നെ ഉണ്ടാവും എന്നൊരു ഇതുണ്ടാവും ആൾക്കാർക്കിടയിൽ. ഇപ്പോഴും ആൾക്കാർ വിചാരം ഇവളുടെ വൈഫ് എന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാ ഇന്റർവ്യൂലും നിങ്ങളത് പറഞ്ഞു, എങ്കിലും ആൾക്കാർ ഓൾറെഡി കമന്റ് ഇടും. ആ ഒരു സംഭവം പിന്നെ ഇനി ആൾക്കാർക്ക് മാറൂല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പെങ്ങളെ ആങ്ങളെ അഭിനയിക്കുന്നതും ഒക്കെ അത് കുറെ പറഞ്ഞോണ്ടിരിച്ചു. പക്ഷെ നെഗറ്റീവ് വളരെ കുറഞ്ഞു കിട്ടാം. മറ്റേത് ഞാൻ പറയല ഇവിടെ പോയാലും ആ തൊള്ളറിടുന്ന തള്ളാറി. ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറത്ത് തൊള്ളറിടുന്ന തള്ള, നല്ല ഒച്ചത്തിൽ സംസാരിക്കുന്ന ചേച്ചി അല്ലെങ്കിൽ ആ ആള് എന്നുള്ള പറയല്.
അപ്പൊ ഇത് എന്തുകൊണ്ട് ഈ പെണ്ണുങ്ങളെ വിഷയം കൂടുതൽ സംസാരിക്കണമെന്ന് ആലോചിച്ചാൽ മതി. അത് അവള് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയില്ല. ഇപ്പൊ ഇതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോ നിസ്മോളെ അപ്പൊ അളിയന്റെ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എടുത്താണ് വണ്ടി കൊണ്ടുപോയത്. അപ്പൊ ആ സമയത്ത് കുറച്ചൊക്കെ വന്നുകൊണ്ട് വരുന്നുണ്ട് റീല് ഷൂട്ട് ആയിരിക്കും അല്ലേ, എന്താ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. അതല്ല അവിടുത്തെ ഞാൻ നേരത്തെ ഇവിടെ അനുഭവിച്ചിരുന്നു. അവിടുന്ന് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ 2 പ്രാവശ്യം ചോദിച്ച ആൾക്കാർ. കാരണം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ കുറ്റം കൊണ്ട് കാര്യമില്ല. അങ്ങനത്തെ സമയത്ത് ഭയങ്കര ടെൻഷൻ, എന്താ ചെയ്യാ, ആൾക്കാർ ആ ഷൂട്ടാന്ന് പറഞ്ഞാൽ വന്നു മുങ്ങും. അങ്ങനെ ചെയ്യല് ആൾക്കാരോട് വേണ്ട കാര്യമില്ല, അവർക്ക് അറിയില്ല. അതാണ് ശരിയാണ്, സാഹചര്യങ്ങൾ അറിയില്ല. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിൽ പോവാം. പാതിരാത്രി എഴുന്നേറ്റിരുന്ന് വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ വായിക്കുന്നവരാ? പക്ഷെ സത്യത്തില് ഈ വീഡിയോ എഡിറ്റിങ്ങിന്റെ കാര്യത്തില് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, പിന്നെ കാര്യങ്ങളൊക്കെ എഴുതുന്ന കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഞാൻ പറഞ്ഞ ഈ വൈഫിന്റെ അടുത്ത് ഏറ്റവും ചീത്തയൊക്കെ സംഭവം അതായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം അങ്ങനല്ല, എഡിറ്റിങ് ആദ്യം റൂമിൽ നിന്ന് ചെയ്തിരുന്നത്, ഇപ്പൊ സെപ്പറേറ്റ് റൂം മാറിയിട്ടുണ്ട്. അതല്ലാതെ ആ വിഷയം മാത്രല്ലേ, നമുക്ക് പേഴ്സണായിട്ട് ഭാര്യന്റെ കൂടെ നിൽക്കുന്ന സമയമല്ലേ, ഇവര് പകല് മൊത്തം ജോലിയുള്ള സമയം, നമുക്ക് രാത്രി ഒരുമിച്ച് നിൽക്കല്ലേ, ആ സമയങ്ങൾക്ക് ഞാൻ എഡിറ്റിംഗ് ഇരിക്കുമ്പോഴേ കുറച്ച് ദേഷ്യം ഉണ്ടാവും, എന്താ ഇത് മാറി ഇരിക്കുക എന്നുള്ള മൈൻഡ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ കമന്റ് നോക്കലുണ്ട്, കമന്റിൽ ഞാൻ പറയാം ഇതേപോലെ തന്നെ നെഗറ്റീവ് വിഷയങ്ങൾ മാത്രം അത് ചിലത് ഇപ്പൊ കുറച്ചായിട്ട് കുറച്ച് കോളുകൾ വളരെ മോശമായിട്ടുള്ള കോളുകൾ. അത് ഏറ്റവും ടെൻഷൻ എന്ന് വെച്ചാല് ഈ വൈകല്യമുള്ള കുട്ടികളുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് 3ാമത്തെ കോളാണ് ഇപ്പൊ മിനിഞ്ഞാന്ന് വന്നത്. എനിക്ക് പറഞ്ഞത് ഈ വൈകല്യമുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് മാത്രം ഇത് ആരും നമുക്ക് തിരഞ്ഞ് പണി എന്തൊക്കെ അറിയില്ല. 3 പ്രാവശ്യം വിളിച്ചത് നമുക്ക് ഈ വൈകല്യമില്ലാത്ത കുട്ടികൾ, വൈകല്യമുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് വളരെ മോശമായിട്ട് പത്തുവിൻ്റെ ഏറ്റവും മറ്റുള്ള വിഷയങ്ങൾക്ക് വളരെ മോശമായിട്ട് പറയാ, അനാവശ്യ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഈ വൈകല്യമുള്ള കുട്ടികളായതുകൊണ്ട് നമുക്ക് കേസ് കൊടുത്തിട്ട് 2 കേസ് നമുക്ക് കൊടുത്ത് 2 കേസിനും പാള പൊക്കി കാണിച്ചിരുന്നു. പക്ഷേ ഈ മാനസിക വൈകല്യമുള്ള ആൾക്കാരായതുകൊണ്ട് 18-20 വയസ്സായ ആൾക്കാരാണ്, വലിയ ആൾക്കാർ. പക്ഷേ ഈ പ്രശ്നമുള്ള ആൾക്കാരെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ശരിക്കും ഒരു നടപടിയെടുക്കാൻ പറ്റിയിട്ടില്ല. അത് നല്ല വിഷമമാണ്. അത് ആരോ പണിയാണ്, കാരണം ഇങ്ങനത്തെ കുട്ടികളെ വെച്ച് മാത്രം നമുക്ക് ചെയ്യിപ്പിക്കുക. കാരണം അത് ആരോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മിനിഞ്ഞാതിനെ കുറിച്ച് സംസാരിച്ചാണ്, ഞാൻ വീട് പറഞ്ഞു പിന്നെ ഞാൻ ഇതിന് ബാക്കി പോകണ്ട, ഫുൾ കോൾ നമ്മുടെ നമ്പർ തന്നെ കിട്ടുന്ന മനസ്സിലാണല്ലേ. അതാ നമ്പർ ഇല്ല, ഇൻസ്റ്റന്ന് കിട്ടൂല, നമുക്ക് കൊടുക്കില്ല. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ നാട്ടിൽ തന്നെ നമുക്ക് പാറ വെക്കുന്നുണ്ട്. 3 വ്യക്തികളാണ്, 3 ഈ സുഖമില്ലാത്ത ആൾക്കാരെ നമ്മൾ വിളിച്ചു. അത് അത്രയും മോശമായിട്ട് സംസാരിക്കാം, സുഖമില്ലാത്ത കുട്ടികൾ. അത് എനിക്ക് അതിന്റെ ഒരു കുറ്റൻസ് കിട്ടിയില്ല സത്യത്തില്. ശരിക്കും പറഞ്ഞാ നമ്മള് നോക്കുമ്പോ ഹാപ്പി കോണ്ടന്റ് ചെയ്യുന്നു, ഫാൻസ് നിങ്ങൾ അതേപോലെ സ്നേഹം അറിയിക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഷൂട്ടിന് ഏതെങ്കിലും ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അയൽവാസികളൊക്കെ വന്നുകൊണ്ട് വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിക്കലുണ്ട്. അതേപോലെ അതല്ലാതെ ഫോണിൽ വിളിച്ചാണ് പറയലുണ്ട്. ഒരുപാട് പേര് നല്ല അഭിപ്രായം എനിക്ക് വിളിക്കലുണ്ട്. എനിക്ക് പാത്തു വിളിച്ച പാത്തൊക്കെ അങ്ങനെ ഒന്നാമത് ഇൻസ്റ്റ യൂസിൽ കുറവാണ്. ഇപ്പൊ നേരത്തെ ഇതിൽ തന്നെ ഇവര് ഇന്റർവ്യൂകൾ പറയുന്നുണ്ട് എന്ത് ഞാൻ കമന്റ്സ് ഒന്നും നോക്കാറില്ല. സത്യത്തില് അത് മറ്റേ ജാടിയിൽ പറഞ്ഞതല്ല, ശരിക്കും നോക്കാറില്ല. ഇപ്പൊ ഞാൻ ആള് അക്കൗണ്ട് കൊളാബ് ചെയ്ത് തന്നെ അക്സെപ്റ്റ് ചെയ്യല്, രാവിലെ ചെയ്താല് രാത്രി കൊളാബ് ചെയ്യും, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ കൊളാബ് ചെയ്യും. ഇൻസ്റ്റ യൂസ് ചെയ്ത് കുറവാണ്, കമന്റ് നോക്കില്ല. വീഡിയോസ് ഒന്നും പിന്നീട് കാണില്ല ആള്, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുമിച്ച് കാണും, അത്ര പിന്നെ കാണില്ല. എന്റെ അഭിനയം എങ്ങനെയുണ്ട് നോക്കും, നോക്കിയാണ് അപ്ലോഡ്. അങ്ങനെ ഞാൻ ഒന്നാമത് എനിക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിട്ട് നാസർ മാഷും ഇവരും കണ്ടാൽ തന്നെ എനിക്ക് ബാക്കി ആരും. ആ നേരത്തിന്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, ആഷിം ഇസ്മായിൽ സുഹൃത്തുക്കളുണ്ട് നാട്ടിൽ, അവരെ ആദ്യം നോക്കിയിരുന്നു. പുറത്തുള്ള ആൾക്കാർ, കാരണം ഇതുമായി ബന്ധപ്പെടാത്ത ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തത്. അവരൊക്കെ ഗൾഫ് പോയി, ഇപ്പൊ ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോ അവരെ നോക്കി പറഞ്ഞു ഓക്കെയാണ് വിട്ടോറ്. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വ്യൂ നോക്കുക, ഒരു വീഡിയോന്റെ കുറഞ്ഞു പോയി, അത് നിങ്ങൾ എഫക്ട് ചെയ്യാറുണ്ടോ? വീഡിയോ വ്യൂ പരിപാടികള് ഒരു വീഡിയോക്ക് ഇത്ര കൂടി അടുത്ത് കുറഞ്ഞു, നമുക്ക് ആകെ ടെൻഷൻ പറഞ്ഞാല് ആഡുകൾക്ക് വ്യൂസ് കുറയുമ്പോൾ ടെൻഷൻ, അത് മാത്രം. അവരോട് നോക്കണ്ടല്ലോ,
ബാക്കി ഒരു ടെൻഷൻ ഇല്ല. പൊതുവെ നിങ്ങൾ കൊളാബ് പരിപാടി ഒന്നും എടുക്കാറില്ല, അങ്ങനെ ചെയ്യാറില്ലല്ലോ. വരുമാനം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ആഡ്. ആ യൂട്യൂബിൽ കിട്ടുന്ന വരുമാനത്തിൽ തന്നെ, കാരണം ഒരു വർക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ എമൗണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് കാര്യങ്ങൾ, പെട്രോൾ കാര്യങ്ങൾ. 3 മിനിറ്റിന്റെ ഒരു റീലില് എത്ര എക്സ്പെൻസ് 6,000 ഒരു ദിവസം ചെലവുണ്ടാവും ഒരു റീലിന്. ആ റീലിന് എത്ര യൂട്യൂബിൽ നമുക്ക് ഒരു വരുമാനം കിട്ടും? അത് പിന്നീട് നമുക്ക് ഫസ്റ്റത്തെ മാസം ഇപ്പൊ നമുക്ക് സെറ്റ് ആയി കിട്ടും. അങ്ങനെ ആ എമൗണ്ട് ഷോർട്ട് ക്ലിയർ, പിന്നെ അങ്ങനെ കിട്ടുന്നൊക്കെ നമുക്ക് പ്രോഫിറ്റ് ആണ്. അത് പിന്നീടുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ. എങ്കിലും ഒരു എല്ലാത്തിന്റെ ഒരു മന്തിൽ എത്ര യൂട്യൂബ് വരുമാനം? എങ്ങനെ മിനിമം ഒരു 25ന്റെ ആ ഒരു മുകൾക്ക് നമുക്ക് മിനിമം ലാസ്റ്റ് നമുക്ക് കിട്ടും. കാരണം അതിനുള്ള 25 കിട്ടിയാൽ പോരാ. കാരണം ഒരു മാസം ഇത്ര വർക്ക് ചെയ്യുന്നുണ്ട്, 4 വർക്ക് 5 വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു വർക്കിന് ഒരു 5 വെച്ച് അല്ലെങ്കിൽ 7 വെച്ച് കൂട്ടിയാൽ തന്നെ നിങ്ങൾ നോക്കി എത്ര വരുന്നുണ്ട്. പക്ഷെ പിന്നെ പതുക്കെ ഇങ്ങനെ കിട്ടും. അങ്ങനെ ചെയ്യാണ്ട് ശരിക്കും ഒരു ഷോപ്പ്, ഒരു ബിസിനസ് പോലെ തന്നെയാണ് ഇതും യൂട്യൂബ്. പിന്നെ കാലാകാലം നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ്. പക്ഷെ അത് എന്നും ഹൈയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്നും വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കണം, മുകളിൽ വരുള്ളൂ. അല്ലാഞ്ഞാൽ ഏറ്റവും താഴേക്ക് പോകും. ഒരു പാത്തുനിന്ന് എഴുതിയാൽ തന്നെ 10 ശുക്രന്ന് വരും യൂട്യൂബിൽ. മറ്റേത് നമ്മൾ എഴുതുന്ന സമയത്ത് 10 വരില്ല, പിന്നെ ലാസ്റ്റൊക്കെ പോകും. അപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വരുള്ളൂ. ഓക്കെ. ഈ യൂട്യൂബിന് പ്ലാറ്റ്ഫോം, പുതിയ പ്ലാറ്റ്ഫോം വരുവാണല്ലോ. ഇപ്പൊ യൂട്യൂബിന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം പോകും, അങ്ങനത്തെ ടെൻഷൻ പരിപാടി ഉണ്ടോ? ഒന്നാമത് ഞാൻ ഇപ്പൊ പാത്തുവിന് ഡെയിലി ഫിറ്റ്സ് എന്ന് പറഞ്ഞുള്ള ഗൾഫ് മോഡൽ മാക്സിന്റെ പരിപാടികളുണ്ട്. എനിക്ക് അതല്ലാത്ത സെപ്പറേറ്റ്. ഇപ്പോൾ നാട്ടിൽ എനിക്ക് ആദ്യം ഗൾഫിൽ പരിപാടി, ആ സ്പെയറിന്റെ പരിപാടി പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഗൾഫിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ എനിക്ക് കൊണ്ടോട്ടിയിലും അതേപോലെ നമ്മൾ ഈ പരിസരത്ത് തന്നെ എനിക്ക് ബൈക്കിന്റെ ഗ്യാരേജ്, സ്പെയർ പാർട്സ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇല്ല, ഞാൻ പറയാം ഇതിമൊന്ന് പൈസ ഉണ്ടാക്കാന്നുള്ള ചിന്തല്ല. ഇതിമൊന്ന് പൈസ ഉണ്ടാക്കാൻ ഞാൻ അങ്ങോട്ട് നേരത്തെ പറഞ്ഞില്ലേ, സിനിമ സത്യം. ഇപ്പൊ ഈ വായ ഇറങ്ങിയപ്പോ എന്നോട് ഒരുപാട് വിഷമം എന്ന് പറഞ്ഞോ, നമ്മൾ എന്നാടാ അങ്ങനെ കേറടാ അവനോട് പറഞ്ഞു. നമ്മൾ സമയം ആയിക്കോട്ടെ, ഇത്ര ഇതിനെ ഇപ്പൊ നമ്മൾ ആൾക്കാരെ എത്ര സപ്പോർട്ട് ചെയ്ത് എത്ര എത്തിച്ചില്ലേ. ഈ ഒരു സ്റ്റേജിൽ എത്തണം ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. നല്ല ഹാർഡ് വർക്കാ, കഷ്ടപ്പെട്ടത് നമ്മള് ജയിക്കുന്ന ഉറപ്പാണ്. അതിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഷൂട്ട് ഉണ്ടെങ്കിൽ 11 മണി 10 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ ഒരു പരിപാടിക്കും നിൽക്കൂല. അതിമ ഫുള്ള് ശ്രദ്ധിക്കും. അത് കയ്യോളം അല്ലെ, അത് കഴിഞ്ഞ ലാസ്റ്റ് ഒരു ചായ കൂടിയാണ്, അത് കയ്യോളം ഞങ്ങൾക്ക് സമാധാനം. പിന്നെ പറഞ്ഞേ, നമുക്ക് ഏത് ആഗ്രഹങ്ങൾ മാത്രം പോരാ, അതുകൊണ്ട് കഷ്ടപ്പെടണം, അപ്പോഴാണ് വിജയിക്കുള്ളൂ. അല്ലാതെ എനിക്ക് കുറെ ആഗ്രഹം ഉണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനു വേണ്ടി പ്രയത്നിക്കുക, വിജയിക്കുന്ന ഉറപ്പാ. പറഞ്ഞത് പോയിന്റ് ആണ്. ഇനി എല്ലാവരും അത് തന്നെ ഞങ്ങൾ ഡെയിലി രാവിലെ ഉച്ചയ്ക്ക്. ഓക്കെ. ഷൂട്ടിങ്ങിനിടയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സ്ട്രിക്റ്റ് ഡയറക്ടർ ആരാ ഈ കൂട്ടത്തില്? അത് നാസർ സാർ. ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചർ ആവാ സമയത്ത് കളിക്കണ ടൈമല്ല. ചില ആൾക്കാർ അത് നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഈ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് തമാശ കുറച്ച് പറയുമെങ്കിലും പെട്ടെന്ന് ഇതിലേക്ക് മാറും, ക്യാരക്ടർക്ക് മാറും. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് തമാശ ജസ്റ്റ് തമാശ അങ്ങനെ പറഞ്ഞ പിന്നെ അവർ അതിനെ കൂടി കൂടിയിട്ട് ഇവിടുന്ന് തുടങ്ങിയ സാധനം പിന്നെ കോയമ്പത്തൂരും അപ്പൊ കഴിഞ്ഞു. അതായത് ഒരു വേറെന്തേ ഒരു സംഭവം കോമഡി പറഞ്ഞ് അത് അപ്പൊ നിർത്തിക്കോണം, പിന്നെ നേരെ ഇതിക്ക് വരണം. അല്ലെങ്കിൽ എന്താവും, നമ്മ ടൈം പോകും. പിന്നെ ഒരു 5:30 ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊഫഷണൽ ക്യാമറ ഒന്നും അല്ല, ഐഫോൺ ഷൂട്ട് ചെയ്യും. അപ്പൊ നൈറ്റ് ആയി കഴിഞ്ഞാൽ ഗ്രെയിൻസ് വരും. അപ്പൊ വീഡിയോ ഒക്കെ എന്തായാലും പോകും. പക്ഷെ ഇതേപോലെ ഞങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചുകാണ്ട് ഒരുപാട് പറഞ്ഞ് ഡയലോഗ് പറഞ്ഞ് പറയാൻ കിട്ടണില്ല. ആള് ചിരിക്കുക, ചിരിച്ച് ലാസ്റ്റ് 62 ടേക്ക്. അത് കഴിഞ്ഞ പറഞ്ഞതല്ല, ആ ആളെ ഞങ്ങൾക്ക് ലാസ്റ്റ് വേറെ ഓപ്ഷൻ പറഞ്ഞ് ഷൂട്ട് മാറ്റി വെച്ചു, നാളേക്ക് മാറ്റി വെച്ചിട്ടാണ് നാളെ വിളിക്കാറാണ് ശേഷങ്ങൾ വിളിച്ചില്ല അയാൾ. പക്ഷെ അതോടുകൂടി അയാൾ ആ കണക്ഷൻ ബന്ധം വിട്ടുപോയി. അയാൾ കഴിയില്ല, ഞങ്ങൾ അത്രയും ടൈറ്റ് നോക്കിയതാണ്. പക്ഷെ ആ ആള് ജീവിതത്തിൽ തന്നെ ഫുൾ ബ്ലോക്ക് ചെയ്ത് അയാൾക്ക് ഒരു വെറുപ്പജന് പോയി. അയാൾ എന്തുകൊണ്ട് പോയി ശരിയാവാത്തോണ്ടാണ് അത്രയും ട്രൈ ചെയ്തിങ്ങനെ. ആ ഒരു ഞങ്ങൾ ഉച്ചക്ക് 2:30 മുതൽ വൈകിട്ട് 5 മണി വരെ ഞങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് നിന്നു. പക്ഷെ ആവണില്ല. ഞങ്ങൾക്ക് ഈ റീല് ഇറക്കും 2 ദിവസം കൊണ്ട് ഇങ്ങനെ ചെയ്യുവാണ്. നമ്മൾ ടൈം ഔട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റെ മെയിൻ പ്രശ്നം അതാണ്. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യണം, നാളേക്ക് പറ്റൂല. അങ്ങനെ വിഷയമുണ്ട്. പോസ്റ്റിങ്ങിന്റെ ദിവസങ്ങൾ കറക്റ്റ് ആ ദിവസം തന്നെ പോസ്റ്റ് ചെയ്യണം, ആ ടൈം പോസ്റ്റ് ചെയ്യണം, ഒക്കെ കറക്റ്റായിട്ട് പോകണം. ഒരു മാസം ഇപ്പോഴത്തെ അൽഗോരിതം അനുസരിച്ച് മിനിമം 10 പോസ്റ്റ് മിനിമം വേണം. ഒരു മാസം 10 പോസ്റ്റ് ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ അല്ലാതെ ആ സാധനം താഴേക്ക് ഔട്ടായിട്ട് പോകും. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ ഇത് ഇവർക്ക് അറിയില്ല, ഇവര് ചിരിച്ച് കളിച്ചിട്ട് അറിയാം. പക്ഷെ നമുക്ക് ഇങ്ങനെ മനസ്സിനെ കയറി അതേപോലെ വേറെ വിറ്റുണ്ട്. സാധാരണ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നുകാണ്ടുള്ള ആൾക്കാര് ക്യാമറ ഇല്ലേ ഐഫോണോ ഞാൻ ചെയ്യൂല അറിയാണ്ട് പോയ ആൾക്കാരുണ്ട്. അങ്ങനത്തെ പോയാൽ അവർക്ക് പോയി സത്യം.